ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് രുചികരമായ ഒരു വെണ്ടയ്ക്ക തീയലിൻ്റെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. തീയലുണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 200 ഗ്രാം വെണ്ടയ്ക്കയാണ്. വെണ്ടയ്ക്ക നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അതിൻ്റെ പുറമെല്ലാം ഒന്ന് തുടച്ച് വെള്ളമെല്ലാം കളഞ്ഞെടുത്തതാണിത്. വെണ്ടയ്ക്കയുടെ രണ്ടറ്റം ഒന്ന് കട്ട് ചെയ്ത് കളയണം. അതിനുശേഷം നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. വെണ്ടയ്ക്ക എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി വേണ്ടത് ചെറിയ ഉള്ളിയാണ്. അരക്കപ്പ് ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 വലിയ പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നീളത്തിൽ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെക്കണം. ചെറിയ പച്ചമുളകാണെങ്കിൽ ഒരു 4 എണ്ണം ഒക്കെ എടുക്കാം. തീയലിന് അരപ്പുണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണിത്. തേങ്ങ ചിരവിയത് 1 കപ്പ്, 1 തണ്ട് കറിവേപ്പില, 2 ചെറിയ ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തത്, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപൊടി, 1 കപ്പ് വെള്ളമൊഴിച്ച് കൈകൊണ്ടൊന്ന് നിരടി പിഴിഞ്ഞ് മാറ്റി വെക്കണം. തേങ്ങ വറുത്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കടായി ചൂടായിരുമ്പോൾ ഇതിലേക്ക് നമുക്ക് തേങ്ങ ചിരവിയതും കറിവേപ്പിലയും ചെറിയ ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലതുപോലെ വറുത്തെടുക്കണം. തേങ്ങ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വറുത്തെടുക്കണം. സ്റ്റവ് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വറുത്തെടുക്കാനായിട്ട്. അടിയൊന്നും പെട്ടെന്ന് കരിഞ്ഞു പോകരുത്. കൈ എടുക്കാതെ തന്നെ വറുത്തെടുക്കുക. നമുക്ക് തീയൽ മസാലയെല്ലാം ഉണ്ടാക്കാനുള്ള തേങ്ങ ഇതുപോലെ വറുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ആവശ്യമുള്ള സമയത്ത് അരച്ചെടുത്തിട്ട് ഉപയോഗിക്കാം. ഞാൻ അതുപോലെയാണ് ഇപ്പോഴും ചെയ്യാറുള്ളത്. ഇപ്പോൾ തേങ്ങ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിലേക്ക് വെക്കണം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. പൊടികൾ ചേർത്തിട്ട് 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് നല്ലപോലെ വറുത്തെടുക്കണം. പൊടികൾ ചേർത്ത് കഴിഞ്ഞ് ലോ ഫ്ലെയിമിൽ തന്നെ വറുത്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പൊടികളെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും. പൊടികൾ ചേർത്ത് 2 മിനിറ്റ് നല്ലപോലെ വഴറ്റിയതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. സ്റ്റവ് ഓഫ് ചെയ്താൽ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക, അല്ലെങ്കിൽ അടിയെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും. വറുത്ത് വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ച് അരക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ നമുക്ക് അരച്ചെടുക്കാം. ഇനി നമുക്ക് മിക്സി മൂടി ഇതൊന്ന് നല്ലപോലെ അരച്ചെടുക്കണം. തേങ്ങ നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. തീയലുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ വഴറ്റി കൊടുക്കാം. സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഏകദേശം ഒരു 8 തൊട്ട് 10 മിനിറ്റ് നല്ലപോലെ വഴറ്റി കൊടുക്കണം. വെണ്ടയ്ക്കയെല്ലാം ഒന്ന് സോഫ്റ്റായി വെണ്ടയ്ക്കയുടെ പുറകിൽ ചെറിയ ബ്രൗൺ കളർ ആവുന്ന വരെ വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പുപൊടി ചേർത്ത് വീണ്ടും നല്ലപോലെ വഴറ്റി കൊടുക്കാം. വെണ്ടയ്ക്ക ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി വേണമെങ്കിൽ നമുക്ക് 2-3 മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്യാം. മൂടി മാറ്റിയിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ വെണ്ടയ്ക്കയെല്ലാം സോഫ്റ്റായി പുറമെല്ലാം ചെറുതായിട്ട് കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പാനൊന്ന് മൂടി വെച്ച് 2-3 മിനിറ്റും കൂടെ കുക്ക് ചെയ്യാം. പുളി ചേർത്ത് 3-4 മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അരപ്പിലേക്ക് സ്വല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അരപ്പ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. തീയൽ കൂടുതൽ തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടിപ്പോകരുത്. തീയൽ നല്ല തിക്കാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളമെല്ലാം നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നാലും തീയൽ കുറച്ച് കുറുകിയ പാകത്തിൽ ഇരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഗ്രേവി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർത്ത് കഴിഞ്ഞ് തീയൽ നല്ലതുപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി പാനിന് മൂടി സ്റ്റവ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റും കൂടെ കുക്ക് ചെയ്യണം. ഇനി മൂടി മാറ്റിയതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പുളിയും ഉപ്പെല്ലാം ക്രമീകരിക്കാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കര ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ശർക്കര ചേർത്ത് കഴിഞ്ഞ് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ വെണ്ടയ്ക്ക വറുത്ത സമയത്ത് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തീയലിലുള്ള വെള്ളമെല്ലാം വറ്റി കുറുകി എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം.
തീയലിലേക്ക് കടുക് വറുത്തിടാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോഴേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം. കടുക് നല്ലപോലെ പൊട്ടി വരുമ്പോഴേക്ക് 2 തണ്ട് കറിവേപ്പിലയും 2 ഉണക്കമുളക് 2ആയിട്ട് കീറിയതും കൂടി ചേർത്ത് മൂപ്പിക്കണം. കറിവേപ്പിലയും ഉണക്കമുളകെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. കടുക് വറുത്തത് നമുക്ക് കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയുമായി നമ്മുടെ വെണ്ടക്ക തീയൽ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാം. വീണ്ടും ഇതുപോലത്തെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.